രാവിലെ ഉച്ചയ്ക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ 2 സിനിമ കാണാനായിട്ട് പോവാണ്. ആവേശവും വർഷങ്ങൾക്ക് ശേഷം. സത്യം പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? എന്താണ് അതായത് ഈ കഴിഞ്ഞ മാസം തന്നെ കുറേ സിനിമ കണ്ട് അതിൻ്റെ ഒരു കെട്ടിറങ്ങുന്നതിന് മുമ്പ് അടുത്ത സിനിമ, അതും 2 സിനിമ ഒരുമിച്ച് സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു. ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് ലീവ്. ആ ഒരു ദിവസം 2 സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് 2 സിനിമയും കൂടെ ഒന്നിച്ച് കാണാനുള്ള പരിപാടിയാണ്. രാവിലെ ഒരു ഷോയും ഉച്ച കഴിഞ്ഞൊരു ഷോയുമാണ്. അപ്പോൾ അതിന് പോവുകയാണ്. ടി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ടി നഗർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, യൂട്യൂബിലൊക്കെ കണ്ടു, അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദി ബുക്കിലൊക്കെ വായിച്ചിട്ടവർക്കും അറിയായിരിക്കും. ടി നഗർ എന്ന് പറഞ്ഞൊരു ചെറിയ മാർക്കറ്റ് സിറ്റി കൂട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ടി നഗർ വരേക്ക്, എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് ടി നഗർ വരേക്ക് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമുക്ക് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് പോവാം. ടി നഗർ ഓക്കെ. ട്രെയിനിന് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. എന്തായാലും ട്രെയിൻ ഇവിടെ നിന്ന് ഏകദേശം എപ്പോഴും 15 മിനിറ്റ് ഇടവിട്ട് അല്ല അരമണിക്കൂർ ഇടവിട്ടൊക്കെ ട്രെയിനുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അധികം തിരക്കില്ല. നോക്കാം ഇനി എപ്പോൾ തിരക്ക് കാണുമല്ലോ, സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ ട്രെയിൻ വന്നു. 1 മണിക്കൂറായി. എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്. ഇനി അവിടെ എപ്പോൾ എത്തുമെന്നൊരു പിടുത്തവും ഇല്ല. അല്പം ഒന്ന് ലേറ്റായിപ്പോയി. പടം ഇപ്പോൾ തുടങ്ങാറായിട്ടുണ്ട്. എന്തായാലും ഓടിപ്പോയി കയറട്ടെ, എന്നിട്ട് ബാക്കി പറയാം. മോനെ, പൊളിപ്പടം, രക്ഷയില്ല. ചിരിച്ച് അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് അലച്ച് വിളിച്ച് ചെയ്യാൻ പറ്റിയൊരു പടമായിരുന്നു. ഇനി നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോട്ടെ, വർഷങ്ങൾക്ക് ശേഷം കാണാൻ. എന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ടി നഗർ വഴി എല്ലാ റിവ്യൂവും പറയാം. സോ അങ്ങനെ പടം കണ്ട് ഫുള്ള് കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ടി നഗർ വഴി നമുക്ക് സിനിമയുടെ ഒപ്പീനിയനെല്ലാം പറഞ്ഞുകൊണ്ട് പോകാം. നിങ്ങൾ ടി നഗറെ കാഴ്ചകൾ കാണും, ഞാൻ കൂടെ സിനിമയിലെ ഒപ്പീനിയനും പറയാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ടി നഗർ വഴി നടന്നു പോകാം. അപ്പോൾ ആദ്യം തന്നെ ആവേശം തിയേറ്ററിൽ തന്നെ പോയി കണ്ട പടമാണ്. അങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടമാണ്. ഫഹദ് ഫാസിൻ്റെ ഒരു അഴിഞ്ഞാട്ട് എന്ന് വെച്ചാൽ നമ്മൾ രാജമാണിക്കൊക്കെ കാണത്തില്ലേ, അതേ കൂട്ടൊരു വേറെ ലെവലൊരു പടമായിരുന്നു. ഫഹദ് ഫാസിൻ്റെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ആക്ടിങ് അല്ല. അതിലെ മറ്റ് 3 പേരാണേലും ഹിപ്സ്റ്റർ, പിന്നെ വേറെ 2 അവരുടെ കൂടെയുള്ള 2 പേരുണ്ടല്ലോ, അവരാണേലും പൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ പുള്ളിയുണ്ടല്ലോ, മറ്റേ രോമാഞ്ചത്തിലൊക്കെ നിരൂപേട്ടൻ എന്നൊക്കെ പറഞ്ഞ പുള്ളി ഒരു രക്ഷയില്ല. പുള്ളി വേറെ ലെവൽ. ഫഹദ് ഫാസിലിൻ്റെ കൂടെ തന്നെയുള്ള കോമഡി ആണെങ്കിലും എല്ലാം. നമ്മൾ പണ്ടൊക്കെ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ കുറേ കോമഡീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ കോമഡി നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. കാരണം അതുപോലത്തെ കുറേ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള കുറേ ട്രോളിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫസ്റ്റ് ഹാഫൊക്കെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്റ്റോറി വൈസാണ്. ആവേശം പോലെ സ്റ്റോറിയായും ഇമോഷണലൊക്കെ ഉണ്ട്, എന്നാലും എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആക്ഷൻ ഒരു രക്ഷയില്ല. ആക്ഷൻ കൊറിയോഗ്രഫി എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ബ്ലെൻഡ് ചെയ്തേക്കുന്ന അവരുടെ വിഷ്വലും. സമീർ തായർ എന്ന് പറഞ്ഞാൽ സമീർ തായറിൻ്റെയൊക്കെ ഓരോ ഷോട്ടുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ക ഒരു രക്ഷയില്ല. ആ കോളേജിലൊക്കെ ഫൈറ്റ് സീൻ ആണെങ്കിൽ ഒരു രക്ഷയില്ല. എന്നും എടുപ്പെടുത്ത് ആക്ഷൻ സീൻസൊക്കെ അത് കാണാനായിട്ട് വേണമെന്നുണ്ടാവും നമുക്ക് തിയേറ്ററിൽ കയറാം. അതുപോലത്തെ ഒരു ഫൈറ്റ് സീനൊക്കെ ആയിരുന്നു. ഇനി വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് വരുവാണെങ്കിൽ, ഇതൊരു നമ്മൾ കണ്ടിട്ടുള്ള അല്ല കേട്ടിട്ടൊക്കെയുള്ള ഓരോ സിനിമ കഥകളുണ്ടല്ലോ. അതായത് സിനിമ ആഗ്രഹിച്ചു പോകുന്ന, അല്ലെ സിനിമ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന കഥകളിൽ സ്ഥിരം കാണാറുള്ള ചില സാധനങ്ങളൊക്കെയാണ്. അത് നമ്മൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിൽ കണ്ടു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻജോയബിൾ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ്ഡ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് നിവിൻ പോളിയുടെ ഒരു വരവുണ്ട്. അവിടം തൊട്ട് ഗ്രാഫ് അങ്ങോട്ട് മാറുക, ചിരിച്ച് കണ്ണീന്ന് വെള്ളം വരുമല്ലോ, അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. അത് അദ്ദേഹത്തിന് പറ്റത്തുള്ളൂ ആ ഒരു ക്യാരക്ടർ. കാരണം പുള്ളി ചുമ്മാ നിന്ന് ഓരോ ഡയലോഗ് പറഞ്ഞപ്പോൾ നമുക്ക് ചിരി വരും. അങ്ങനത്തെ സാധനങ്ങളാണ് നിവിൻ പോളിയുടെ നിന്ന് വന്നത്. പിന്നീട് ബാക്കി ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ ആക്ടിങ് പറയുകയാണെങ്കിൽ പുള്ളി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ഒരു നല്ല ആക്ടറാണ്. പക്ഷേ അത്ര നല്ല സിനിമകളൊന്നും വരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും അത് എടുത്തു പറയാത്തതെന്ന് തോന്നുന്നു.
പിന്നെ പ്രണവ് മോഹൻലാലിലേക്ക് വരുവാണെങ്കിൽ പുള്ളി ഹൃദയത്തിലൊക്കെ കണ്ട അതേ ഒരു ടൈപ്പ് ആക്ടിങ് തന്നെയാണ്. ഇപ്പം ഇതിൽ ഈ സിനിമയിൽ തന്നെ 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. പണ്ടത്തെ അതായത് 80s 90s ആ ഒരു കാലഘട്ടവും പ്രസൻറ്റ് കാലഘട്ടവും. അപ്പോൾ രണ്ടിലും ധ്യാൻ ശ്രീനിവാസൻ നല്ല പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് രണ്ടിലും ഒരേ കൂട്ടം എനിക്ക് തോന്നി. അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ്റെ കുറച്ച് സീനുകളിലൊക്കെ ഉള്ളൂ, അത്ര മെയിൻ ക്യാരക്ടറായിട്ടില്ല. ബാക്കി ഇവർ രണ്ടുപേരുമാണ്, ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ആണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അതിൽ ധ്യാൻ ശ്രീനിവാസനാണ് എനിക്ക് കുറച്ചുകൂടെ ആക്ടിങ് വൈസ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, വിനീത് ശ്രീനിവാസൻ സിനിമകളിലെ പാട്ടുകളൊക്കെ ഒരു രക്ഷയില്ല, പാട്ടുകൾ നല്ലതായിരുന്നു. അതിൽ എസ്പെഷ്യലി അതിൻ്റെ മെയിൻ സോങ് എന്ന് പറയുന്നത് ജ്ഞാപകം എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്. അത് യൂട്യൂബിൽ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഫീൽ ഗുഡ്, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കാൻ പറ്റിയൊരു സോങ് ആയിരുന്നു. അത് ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേന് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. അത് പക്ഷേ നല്ലൊരു വൈബായിരുന്നു. ആ ഒരു സോങ് നമുക്ക് ആ ഒരു ഫീല്, സിനിമയുടെ ഒരു ഫീല് ആ ഒരു പാട്ടിലാണ് ഇരിക്കുന്നത്. അതെന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ ട്രോൾ ചെയ്യുന്ന കുറേ സീൻസുകളാണ്, അതായത് സെൽഫ് ട്രോൾസും പിന്നെ പലരും കളിയാക്കുന്നതായിട്ട്. അതായത് പ്രണവ് മോഹൻലാലിനെ കളിയാക്കുക, സിനിമ എടുക്കുന്ന സമയത്ത് ഹിമാലയൻ കയറി നടക്കുക എന്നൊക്കെ പറയുന്നതിന് വിട്ട്. അതുപോലെ തന്നെ നിവിൻ പോളിയെ ബോഡി ഷേമിങ് കളിയാക്കിയവർക്കൊക്കെ നല്ലപോലെ ഒരു തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഈ സിനിമയിൽ. നല്ല ഡയലോഗ്, അത് ശരിക്കും അവർമാർക്കിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യമാണെങ്കിലും നെപ്പോട്ടിസത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം നല്ല ഫണ്ണ് രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് എനിക്ക് കുറച്ച് സിനിമയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും ഇതിപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് എത്ര ദിവസമായി, എല്ലാവർക്കും അറിയാം നല്ല സിനിമയാണെന്ന്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ ഒരു വീഡിയോ കൂടെ പറയുന്നതേ ഉള്ളൂ. കൂടെ നിങ്ങളെ ടി നഗറിൻ്റെ കാഴ്ചകളും കാണിച്ചുകൊണ്ട് പോകാം. എന്തായാലും ഇത് ടി നഗറിന് ഫുൾ കാഴ്ചകളൊന്നുമില്ല. ടി നഗർ എന്തായാലും ഞാനൊരു സെപ്പറേറ്റ് നല്ലൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ രാവിലെ തിയേറ്ററിൽ കയറുകയാണ്. എന്തായാലും ഒന്ന് കഴിച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇവിടെ ചെറിയൊരു തട്ടുകട സെറ്റപ്പ് കിട്ടുന്നുണ്ട്. തട്ടുകട എന്ന് പറഞ്ഞാൽ അത്രയില്ല, എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഡിഷസ് ഉണ്ട്, ഈ ബൺ പൊറോട്ട, പൊടി ഇഡലി, നോർമൽ പൊറോട്ട, ദോശ, ഇടിയപ്പം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ കൂടെ നോൺ വെജ് ഐറ്റംസ് ഇഷ്ടംപോലെ സാധനമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു 3 ബൺ പൊറോട്ടയും ഒരു കാട ചിക്കൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാര്യം പറയാം. കാട ഫ്രൈക്ക് ടോക്കൺ എടുക്കണം, ടോക്കൺ കൊടുത്തിട്ട് പറയാം. വെയിറ്റിംഗ് ഫോർ കാട ഫ്രൈ. അപ്പോൾ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. എന്തായാലും രാവിലെ തിയേറ്ററിൽ കയറിയതാണ്, കഴിച്ചൊന്നുമില്ല. എന്തായാലും ഞാൻ ഇതൊന്ന് കഴിച്ച് വയറൊന്ന് നിറയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി തിരിച്ചു പോകാനാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. എന്തായാലും ടി നഗർ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. ഈ സ്ഥലം എന്ന് പറയുന്നത് ടി നഗർ, ഈ മാർക്കറ്റെല്ലാം കൂടെ ഉള്ളിലോട്ട് പോകുമ്പോൾ സ്റ്റുഡിയോ ഉണ്ടല്ലോ, സ്റ്റുഡിയോയുടെയൊക്കെ ആ ഒരു അടുത്തായിട്ട് വരും. മാക്സ് ആ ഒരു ഷോപ്പിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. എന്തായാലും ഫുഡ് അടിപൊളിയാണ്, നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി റിട്ടേൺ പോകാനുള്ള ടിക്കറ്റ് എടുക്കണം. ഇവിടെ വെൻഡിങ് മെഷീൻ ഉണ്ട്, ടിക്കറ്റ് വെൻഡിങ് മെഷീൻ, അതിൽ കയറി മാപ്പ് സെലക്ട് ചെയ്ത് നമ്മുടെ സിംഗപ്പെരുമാൾ കോയിൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക്. അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർക്ക് നന്ദി. അത്ര രസം കാണത്തില്ല, എന്തായിരുന്നാലും മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.